തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു. ഷീറ്റിട്ട മേൽക്കൂര ഇളകി അടുത്ത വീടിന്റെ ടെറസിലാണ് പതിച്ചത്. ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, അവിടുത്തെ മഴയുടെ അവസ്ഥ എന്താണ്? കാറ്റിപ്പോഴും ശക്തമായി വീശുന്നുണ്ടോ? മറ്റെന്തെങ്കിലും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഈ സംഭവം എപ്പോഴായിരുന്നു? അഖില സൂചിപ്പിച്ചതുപോലെ തന്നെ തലസ്ഥാനത്ത് മഴ തന്നെയായിരുന്നു. ഓറഞ്ച് അലേർട്ടായിരുന്നു. മഴയോടൊപ്പം ശക്തമായ കാറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലായി മഴക്കെടുതി ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവം തിരുവനന്തപുരത്തെ നെടുമങ്ങാട് ചുള്ളിമാനൂരാണ്. എന്നാൽ ഈ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര ഇളകി മറ്റൊരു വീടിന്റെ ടെറസിൽ വീഴുകയായിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഷീറ്റിട്ട ഒരു മേൽക്കൂരയായിരുന്നു ആ വീടിനുണ്ടായിരുന്നത്. അത് ഈ ശക്തമായ കാറ്റിൽ ഇളകി മറ്റൊരു വീടിന്റെ ടെറസിൽ വീഴുകയായിരുന്നു. മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുലിക്കൽ സ്വദേശിയായിട്ടുള്ള രമ്യയുടെ വീടിന്റെ ഷീറ്റാണ് ഇത്തരത്തിൽ പടർന്നു പോയത്. ഇത് നടക്കുന്ന സമയത്ത് എന്തായാലും വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഓടി രക്ഷപ്പെടുകയായിരുന്നു പുറത്ത്. പക്ഷേ ആ സാഹചര്യത്തിലും പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. തലസ്ഥാനത്തിന്റെ മറ്റു വിവിധ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മരങ്ങൾ ഉൾപ്പെടെ ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യമുണ്ട്. അല്പം മുമ്പ് തന്നെ ഒരു വീടിന്റെ മുകളിലേക്ക് മരം വീണത് ഉൾപ്പെടെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ തലസ്ഥാനത്ത് മഴ അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും വരും മണിക്കൂറുകളിലും മഴ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് പറയുന്നത്. നിലവിൽ ഓറഞ്ച് അലേർട്ടാണ്. നാളെ ഉൾപ്പെടെയുള്ള സാഹചര്യത്തിലും മഴ കൂടാനുള്ള സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അഖില, ശരി. തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീണിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് മീര മനോഹരൻ നൽകിയത്. തൃശൂർ വടക്കാഞ്ചേരിയിൽ മതിലിടിഞ്ഞ അപകടം. 4 കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം. 25 അടി ഉയരത്തിൽ കല്ലുകെട്ടി ഉയർത്തി അതിൽ മണ്ണ് നിറച്ച് നികത്തിയ സ്ഥലമാണ് തകർന്നു വീണത്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, എന്തൊക്കെയാണ് വിശദാംശം? അഖില, രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ മതിൽ ഇടിഞ്ഞു തുടങ്ങിയത്. വൈകിട്ടോടെ അത് വലിയ തോതിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. 25 അടിയോളം ഉയരത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് സമീപം പുതുതായി ഒരു പെട്രോൾ പമ്പ് നിർമ്മിക്കുന്നുണ്ട്. ഈ പെട്രോൾ പമ്പിന്റെ പെട്രോൾ പമ്പിന് ആവശ്യമായ സ്ഥലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും കൂറ്റനൊരു മതില് അവിടെ സ്ഥാപിക്കുന്നത്. ഈ മതിലിനോട് ചേർന്ന് തൊട്ട് സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങളാണ് മണ്ണിടിച്ചിലിനെ തുടർന്ന് കനത്ത ഭീതിയിലായിട്ടുള്ളത്. ഇതിനോടകം തന്നെ 4 കുടുംബങ്ങളോട് പൂർണ്ണമായി ഇവിടെ നിന്ന് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടവും മറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളടക്കമുള്ള താമസക്കാരാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾക്കും ഈ മതിൽ മൂലം വലിയ ഭീഷണി തന്നെയാണ് നേരിടുന്നത്. പഞ്ചായത്ത് അധികൃതരടക്കം നേരിട്ടെത്തി ഈ മതിലിന്റെ ഉടമസ്ഥരായിട്ടുള്ള ആളുകളോട്, ഈ സ്ഥലത്തിന്റെ ഉടമകളോട് സംസാരിച്ചിരുന്നെങ്കിലും അവർക്കും കാര്യമായ ഒരു പോംവഴി ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, അനധികൃതമായിട്ടാണ് ഇത്തരത്തിൽ കല്ലും മണ്ണും കോൺക്രീറ്റും ഉപയോഗിച്ചുകൊണ്ടൊരു കൂറ്റൻ മതിൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനോടകം തന്നെ പരാതി ഉയർന്നിട്ടുള്ളത്. സമീപവാസികളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ഇത്തരം ഒരു മതിൽ ഇവിടെ നിലനിൽക്കുമ്പോൾ മഴ കൂടുതൽ കനത്താൽ കൂടുതൽ വരും ദിവസങ്ങളിലും കൂടുതൽ ആളുകൾക്ക് അപകടം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും മറ്റും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമീപവാസികൾ ജാഗ്രതയോടുകൂടി തന്നെ തുടരണമെന്നാണ് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, തൃശൂർ ജില്ലയിലെ താന്യം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി വെള്ളക്കെട്ട് അതിരൂക്ഷമായിട്ടുണ്ട്. താന്യം അടക്കമുള്ള മേഖലകളിൽ സമാനമായ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായതോടുകൂടി നിരവധി കുടുംബങ്ങളെയും ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ട സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെയാണ് പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ഉയരുന്നത്. ബ്ലൂ അലേർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിലടക്കം അതിശക്തമായ മഴ പെയ്യുമ്പോൾ ജാഗ്രതയോടുകൂടി തന്നെ ഇരിക്കണം. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരാനും കൂടുതൽ മഴ ഇനിയും വരും മണിക്കൂറുകളിൽ ലഭിച്ചാൽ ഡാമിന്റെ അലേർട്ട് പ്രഖ്യാപിച്ച് ഡാം തുറക്കാനുള്ള സാധ്യതകൾ കൂടി ഉണ്ടാകുമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകുന്നു. രാത്രി വൈകിയും ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. തൃശൂർ വടക്കഞ്ചേരിയിൽ മതിലിടിഞ്ഞ അപകടം. 4 കുടുംബങ്ങളോട് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ വിവരങ്ങളാണ് ലെവിൻ കെ വിജയൻ പങ്കുവച്ചത്.